ഹായ് ഗേസ്, ഇന്ന് ഞാനൊരു ചെറിയ ക്രാഫ്റ്റ് വർക്കാണ് ചെയ്യുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്രാഫ്റ്റ് വർക്ക്. ആദ്യം നമുക്ക് ആവശ്യമുള്ളത് ഒരു കാർഡ്ബോർഡാണ്. നമുക്ക് കട്ടിയുള്ളതോ ഏത് ടൈപ്പ് വേണമെങ്കിലും കാർഡ്ബോർഡ് എടുക്കുക. അത് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒന്നെങ്കിൽ കളർ അടിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വെള്ള പേപ്പർ രണ്ട് സൈഡിൽ ഒട്ടിച്ചെടുക്കുക. ഞാനിവിടെ വെള്ള പേപ്പർ ഒട്ടിച്ചെടുത്തിട്ട് അതിന് ചുറ്റും പൂക്കളും ഡിസൈനും ചെയ്യാനായിട്ട് ഞാൻ പൂക്കളൊക്കെ ചെയ്യുന്ന ക്രാഫ്റ്റ് പേപ്പർ എടുത്തിട്ട് അത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തു. 2 ഇഞ്ച് വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ നടുവെ മുറിച്ച് ചെറുതാക്കിയെടുത്തതിന് ശേഷം അതിനെ നടുവെ മടക്കിയിട്ട് പശ വെച്ച് ഒട്ടിച്ച് ഈ പരുവത്തിൽ എല്ലാം ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞ് ചുറ്റും ഈ അളവിലിങ്ങനെ ഒട്ടിച്ച് ഫില്ലാക്കി എടുക്കുക. അങ്ങനെ അത് ഫില്ലാക്കി എടുത്ത് കഴിഞ്ഞാൽ അകത്ത് നമുക്ക് പൂക്കൾ ചെയ്യണ്ടേ. അതിനാദ്യം ഞാൻ ചെയ്തത് മറ്റൊരു പേപ്പർ എടുത്ത് അതിനെ ചതുരത്തിൽ കട്ട് ചെയ്യുക. കറക്റ്റ് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ ഒന്നുകൂടെ മടക്കിയെടുത്ത് വീണ്ടും അപ്പുറം ഇപ്പുറമായിട്ട് കോണോട് കോൺ മടക്കി, വലത്തോട്ടും ഇടത്തോട്ടും കോണോട് കോൺ മടക്കി വെച്ച് അതിനെ ഒരു പൂ പോലെ ഒരു എതള് പോലെ വരച്ചെടുക്കുക. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ എതള് പോലെ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ ഒരു പൂവിൻ്റെ ആകൃതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിതുപോലെ പൂവിൻ്റെ ആകൃതിയിൽ കട്ട് ചെയ്ത് ഒരുപാട് പൂക്കളിങ്ങനെ കട്ട് ചെയ്തെടുത്തു. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പൂക്കൾ പല രീതിയിലുണ്ടാക്കാം. ഏത് ചെയ്യാൻ പറ്റുന്നോ ആ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക. എല്ലാ പൂക്കളും ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് അതിനകത്ത് ഒരു പൂവിൻ്റെ മണ്ടയ്ക്ക് അടുത്ത പൂ വെച്ചപ്പം ഇച്ചിരി കൂടെ ഭംഗി കിട്ടുമല്ലോ. ഞാൻ അങ്ങനെ ചുറ്റും ഒന്നിൻ്റെ മണ്ടയ്ക്ക് ഒരു പൂവും കൂടെ ഒരെതളും കൂടെ വെച്ച് പൂവിന് ഇച്ചിരി കൂടെ ഭംഗി കിട്ടാൻ വേണ്ടി ആദ്യം വലുത് അതിൻ്റെ മണ്ടയ്ക്ക് ചെറുതായിട്ടാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ചുറ്റും പൂക്കൾ ഫില്ല് ചെയ്തു. എന്നിട്ട് നമുക്ക് സെൻറ്ററിലൊരു ഡിസൈൻ കൂടെ വേണമെന്ന് തോന്നി. അത് കാരണം ഞാൻ ഇവിടെ ചെറിയ കല്ല് പോലത്തെ എടുത്ത് ഫുൾ സെൻറ്ററിൽ പശ ഒട്ടിച്ച് വെച്ചു. എന്നിട്ട് സെൻറ്ററിൽ നമുക്ക് വേറൊരു പൂവും കൂടെ ആവശ്യമുണ്ടല്ലോ. അതിന് ഞാൻ ഓറഞ്ച് കളർ ഇതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കുമായിരുന്നു. സെൻറ്ററിലായതുകൊണ്ട് ഞാൻ ആദ്യം ഒരു വലുതെടുത്ത് അതിൻ്റെ ചെറുത് അങ്ങനെ 3 എണ്ണമാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ കട്ടി വേണേൽ നമുക്ക് തിക്നെസ് കൂട്ടാം, 3 4 ഒക്കെ ആക്കാം. നമ്മുടെ ഇഷ്ടാനുസരണം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിത് 3 എണ്ണമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ സെൻറ്ററിൽ പൂ ഒട്ടിക്കുകയാണ്. വൈറ്റ് പേപ്പർ ഒട്ടിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് സെൻറ്ററിൽ വൈറ്റായിട്ട് കിടന്നാലും കുഴപ്പമില്ല. അത് കാരണം ഞാൻ പിന്നെ വൈറ്റ് പേപ്പർ ഒട്ടിച്ചതിൻ്റെ കാര്യം. എന്നിട്ട് മറ്റേ പൂക്കൾക്ക് ചെയ്ത പോലെ ആ പച്ചക്കല്ലാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ആ പച്ചക്കല്ല് തന്നെ സെൻറ്ററിൽ കൊടുക്കുക. അന്നേരം ഈ വൈറ്റ് സൈഡിൽ എന്തെങ്കിലും ഒരു ഡിസൈനും കൂടെ വേണമല്ലോ. ഞാൻ ഓർത്ത് സീക്വൻസ് ഉണ്ടല്ലോ, സീക്വൻസ് വെച്ച് ചുറ്റും ഒന്ന് 2 കല്ല് കൊടുക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ചുറ്റും കല്ല് കൊടുത്തു. എന്നിട്ട് ബാക്കിൽ നമുക്ക് തൂക്കിയിടാനുള്ള ഹാങ്ങും പിന്നെ താഴോട്ട് തൂങ്ങിയ ഡിസൈനും ഒക്കെ വേണമല്ലോ. അതിന് ഞാൻ ആദ്യം നമുക്ക് ഉളൻ നൂലെടുത്തു. ഞാൻ പശയിൽ ഇങ്ങനെ ചുറ്റി ഒരു തുമ്പ് താഴോട്ടിട്ടിട്ട് ബാക്കി ഇങ്ങനെ ചുറ്റിയെടുക്കുക. കുറേ ചുറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് ആ ഉളൻ നൂൽ കെട്ടിയെടുത്ത് കഴിയുമ്പോൾ ഒരു പൂവിൻ്റെ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കട്ട് ചെയ്തെടുത്തത് ഞാൻ ഹാങ്ങായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കല്ലെന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ പൂക്കൾ വേണേലും നമുക്ക് അതിനിടയ്ക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് എങ്ങനെ വേണേലും ചെയ്യാം. ഞാൻ സിമ്പിൾ രീതിയിൽ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലുള്ള മറ്റു വീഡിയോയുമായി ഇനിയും തിരിച്ചു വരാം. എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.